സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട് നാദാപുരത്ത് ശക്തമായ മഴയിൽ കെട്ടിടം തകർന്നു. മുതലപ്പുഴയിൽ വള്ളം മുങ്ങി. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ എത്തിയ വള്ളം ശക്തമായ തിരയിൽ പെടുകയായിരുന്നു. കോഴിക്കോട് നിന്ന് മേഘ ചേരുന്നു. മേഘ, മഴ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എങ്ങനെയാണ്? വടക്കൻ കേരളത്തിലെ സാഹചര്യം എങ്ങനെയാണ്? ഷമ്മി, മലബാർ മേഖലയിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. വയനാട്, അതിനൊപ്പം മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യം എന്നത് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയായിരുന്നു മലബാർ മേഖലയിലെ പല ജില്ലകളിലും, അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകളിൽ ഉൾപ്പെടെ അനുഭവപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ നേരിയ ശമനം മഴയ്ക്കുണ്ട്. എന്നാലും മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥ അല്ല ഉള്ളത്. കോഴിക്കോട് ചില അനിഷ്ട സംഭവങ്ങൾ, അതായത് നാദാപുരത്ത് ശക്തമായ മഴയെ തുടർന്ന് ഒരു കെട്ടിടം തകർന്നു വീണിട്ടുണ്ട്. കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. ആളുകളൊന്നും തന്നെയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ഒളവണ്ണയിൽ സഞ്ചരിച്ചിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് ഒരു മരം വീണതിനെ തുടർന്ന് ഡ്രൈവർക്ക് പരിക്കേറ്റു. നിസ്സാര പരിക്ക് മാത്രമാണ് ഉള്ളത്. നിലവിൽ ക്യാമ്പുകളൊന്നും തന്നെയും ആരംഭിച്ചിട്ടില്ല. പക്ഷേ എല്ലാ തരത്തിലും സാഹചര്യം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ സജ്ജമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലകളിലും മലയോര മേഖലകളിലും മഴ ശക്തമാകും എന്ന സാഹചര്യമാണ് ഉള്ളത്. മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.